ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ സ്ഥിരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ടാർഗറ്റുകളിൽ ഒന്നെന്ന് പറയപ്പെട്ടിരുന്നത് ഇറാനിലെ ഭരണകൂടത്തെ മാറ്റി അവിടെ ഒരു റെജീം മാറ്റം കൊണ്ടുവരിക എന്നാണ്. കഴിഞ്ഞ 20 ദിവസം പിന്നിട്ട ഈ യുദ്ധത്തിൽ ഇതുവരെ ഈ ഒരു ടാർഗറ്റ് മാത്രം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാനിൽ നേടുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ യുദ്ധത്തിന്റെ സ്റ്റാറ്റസ് നിങ്ങൾ നോക്കിക്കോ, ഇസ്രായേലിന്റെ 90% ടാർഗറ്റുകളും ഏകദേശം അവർ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യം, തീർച്ചയായിട്ടും റെജീം മാറ്റം എന്നത് യുദ്ധം തുടങ്ങുന്ന സമയത്ത് അവരുടെ അജണ്ടയിൽ അല്ലെങ്കിൽ ടാർഗറ്റിൽ ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഒരിക്കലും ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറാനിൽ ഇറക്കിയിട്ട് അവിടെ ഒരു റെജീം മാറ്റത്തിന് ഇസ്രായേലോ അമേരിക്കയോ തയ്യാറാകില്ല. പകരം ഇറാനിലെ ജനങ്ങൾ തന്നെ ഇറാനിൽ ഒരു റെജീം മാറ്റം സംഭവിക്കുവാനായിട്ട് മുൻകൈ എടുക്കണം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സ്ഥിതി പരിശോധിച്ചാൽ ഇറാനിലെ ജനങ്ങൾ അത്തരത്തിലൊരു വിപ്ലവത്തിന് തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ മെച്ചുവേർഡ് ആയിട്ടില്ല. പക്ഷേ ഈ യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാനിലെ ജനങ്ങൾ ആ ഒരു വിപ്ലവത്തിലേക്ക് എത്തും, അവർ ആ റെജീമിനെ അവിടെ മാറ്റും എന്ന് തന്നെയാണ് നെതന്യാഹു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് പിന്നെയും നെതന്യാഹു പറഞ്ഞത് അവരുദ്ദേശിക്കുന്നത് നീണ്ടൊരു യുദ്ധമല്ല, യുദ്ധം ഒരിക്കലും നീണ്ട യുദ്ധത്തിലേക്ക് പോകില്ല എന്ന് നെതന്യാഹു അവിടെ തർപ്പിച്ചു പറയുന്നുണ്ട്. ഇസ്രായേൽ അവരുടെ ടാർഗറ്റുകളെല്ലാം തന്നെ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഇറാന്റെ ന്യൂക്ലിയർ അടിച്ച് തകർത്ത് കളഞ്ഞു, അവരുടെ എല്ലാ തലവന്മാരെയും തന്നെ കൊന്നു കളഞ്ഞു. അങ്ങനെ പൊതുധാരാ മാധ്യമങ്ങളിലൊന്നും നമുക്ക് കാണുവാൻ കഴിയാത്ത പല കാര്യങ്ങൾ ഇസ്രായേൽ പ്രസിഷൻ ടാർഗറ്റ് വഴി അവിടെ ഇറാനിൽ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ ഈ വാക്കുകൾ ശ്രദ്ധിച്ച ഒരു കാര്യം നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ്. റെജീം മാറ്റം വേണം എന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും ശരിക്കും അവർ അത്തരത്തിലൊരു ലക്ഷ്യം അവർക്ക് അവരുടെ അജണ്ടയിലില്ല. പകരം ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി റെജീം മാറ്റം ഇസ്രായേലിന്റെ ടാർഗറ്റിൽ ഇല്ല എങ്കിൽ എന്തായിരിക്കും അവരുടെ അടുത്ത ലക്ഷ്യം? അവരുടെ ലക്ഷ്യം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതായത് ട്രംപ് ഈ അടുത്ത് ഒരു ഓഫീസറെ അമേരിക്കയിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഡാൻ കേൻ എന്നാണ്. അദ്ദേഹം വഹിക്കുന്ന പൊസിഷൻ ആർമിയിലെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ. ഇത്തരം ഒരു പദവിയാണ്, ഇതൊരു വലിയ പദവിയാണ് അമേരിക്കൻ സൈന്യത്തിൽ. സൈനികമായി ഏറ്റവും ഉയർന്ന ഒരു പദവിയാണ് ഈ പദവി. അദ്ദേഹത്തെ ഈ പൊസിഷനിലേക്ക് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അദ്ദേഹം 4 സ്റ്റാർ ജനറൽ പോലും ആയിരുന്നില്ല സൈന്യത്തിൽ എന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഏകദേശം 200 റാങ്ക് താഴെ ഉണ്ടായിരുന്ന ഒരാളെ ട്രംപ് ടോപ്പ് ലെവലിലേക്ക് തിരഞ്ഞെടുക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഓൾറെഡി വളരെ ബഹുമാനിക്കപ്പെടുന്ന പ്രൊഫഷണലാണ്. അദ്ദേഹത്തിന്റെ ബ്രീഫിങ്ങുകളൊക്കെ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. യുദ്ധം നടത്തുന്നതിനെ കുറിച്ച് ആദ്യം ട്രംപ് അഭിപ്രായം ഇദ്ദേഹത്തോടാണ് ചോദിക്കുന്നത്. അദ്ദേഹം തിരിച്ചു പറയുന്ന ഒരു മറുപടി വളരെ ശ്രദ്ധേയമാണ്. അതായത്, സർ, ഇത് ഹൈ റിസ്ക് ആണ്, പക്ഷേ നിങ്ങൾക്ക് ഹൈ റിവാർഡ് ലഭിക്കുന്ന കാര്യമാണ്. നിങ്ങൾ റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് ഫലം ലഭിക്കും. നമുക്കറിയാം, ഓൾറെഡി ട്രംപ് ഒരു ബിസിനസ്മാൻ ആണ്, ട്രംപ് റിസ്ക് ടേക്കറാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇറാനിൽ ഇപ്പോൾ റിസൾട്ട് നേടിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന്റെ ഉള്ളിൽ നടത്തിയ സ്ട്രൈക്കുകൾ നിങ്ങൾ നോക്കിക്കോളൂ. അവർ നടത്തിയ ഡീകാപ്പിറ്റേഷൻ സ്ട്രൈക്ക് നോക്കൂ. അതായത് നേതൃനിരയെ നേരിട്ട് ലഭിക്കുന്ന ആക്രമണങ്ങളാണ് അമേരിക്ക ഇസ്രായേലും കൂടെ ഇറാന്റെ ഉള്ളിൽ നടത്തിയത്. ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് ഇസ്രായേലിന് ലഭിച്ച കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയാം. ഇസ്രായേലിന്റെ മൊസാദ് ഇറാന്റെ സകല മേഖലകളിലും, അതായത് അവരുടെ ഇന്റലിജൻസ് സിസ്റ്റം മുതൽ താഴെക്കിടയിൽ വരുന്ന എല്ലാ മേഖലയിലും അരിച്ചിറങ്ങിയിട്ടുണ്ട്. കാരണം യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇസ്രായേലിൽ ഏകദേശം രാവിലെ 8:10 മുതൽ 8:15 വരെയുള്ള സമയം, ഏകദേശം 5 മിനിറ്റ്. ആ 5 മിനിറ്റിനുള്ളിൽ 48 ഇറാന്റെ ഉന്നത നേതാക്കളെ, അതും കമാൻഡർ ഇൻ ചീഫ് അടക്കമുള്ളവരെ കൊന്നുകളഞ്ഞു ഇസ്രായേൽ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ഇവിടെ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. അതായത് 2ാം ലോക മഹായുദ്ധം നടന്ന കാലത്ത് ആദ്യ 24 മണിക്കൂറിനുള്ളിൽ ഐസൻഹവറിനെയും റൂസ്വെൽറ്റിനെയും ചർച്ചിലിനെയും മോൺഗോമറിയെയും എല്ലാം ഈ യുദ്ധത്തിൽ ഇല്ലാതാക്കിയിരുന്നെങ്കിൽ ആ യുദ്ധത്തിന്റെ ഗതി എന്തായി തീരുമായിരുന്നു? അതുപോലെ തന്നെയാണ് ഇറാന്റെ കാര്യം ഇവിടെ. അതുകൂടാതെ ഇറാന്റെ പുതിയ സുപ്രീം ലീഡർ മുജ്താബെ 2 തവണയാണ് ഇസ്രായേലിൽ ലക്ഷ്യമിട്ടത്. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാനിരുന്ന അസംബ്ലി ഓഫ് എക്സ്പെർട്ടിനെയും അമേരിക്ക ഇസ്രായേലും ചേർന്ന് ആക്രമിച്ചു. അവരെ കൊല്ലാതെ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് തുടർച്ചയായ ഡീകാപ്പിറ്റേഷൻ സ്ട്രൈക്കാണ്. അതായത് ഒരു രാജ്യത്തിന്റെ നേതൃത്വം തന്നെ ഇല്ലാതാക്കുന്ന ഒരു തന്ത്രം. ഇതിൽ ഏകദേശം ഇസ്രായേൽ അമേരിക്കയും കൂടെ വിജയിച്ചു കഴിഞ്ഞു. ഇതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ്, അവർ വിജയിച്ചു കഴിഞ്ഞു. നേതൃത്വത്തെ ഇല്ലാതാക്കുക എന്ന ആദ്യത്തെ ടാർഗറ്റ് അവർ അവിടെ അച്ചീവ് ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഇസ്രായേലിന്റെ അമേരിക്കയുടെയും ടാർഗറ്റ് എന്നത് ഇറാന്റെ ആകാശത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുക എന്ന തന്ത്രമായിരുന്നു. അതിനായി അവർ ചെയ്ത കാര്യങ്ങൾ, അതായത് ആദ്യം അവർ ചെയ്തത്, അവരെ സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ് ആയ ടോമഹോക്കും സ്പാരോ പോലുള്ള മിസൈലുകൾ ഇറാന്റെ ഉള്ളിലേക്ക് അയച്ച് അവരുടെ കംപ്ലീറ്റ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ തകർത്ത് കളയുകയാണ് ചെയ്തത്. സ്റ്റാൻഡ് ഓഫ് ഇതൊരു യുദ്ധതന്ത്രമാണ്. യുദ്ധത്തില് സ്റ്റാൻഡ് ഓഫിന് ശേഷം എന്താ ചെയ്യുക? സ്റ്റാൻഡ് ഇൻ ഓപ്പറേഷനിലേക്ക് വരും. അതായത് യുദ്ധത്തിലെ രണ്ടാമത്തെ ടെക്നിക്സ് ആണിത്. സ്റ്റാൻഡിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറാന്റെ ആകാശത്ത് പൂർണ്ണമായും എയർ പെട്രോളിംഗ് നടത്തുക. അതായത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വരിക, ബോംബ് ചെയ്യുക, തിരിച്ചു പോവുക. അതുപോലെ ഇഷ്ടാനുസരണം ഇറാന്റെ ഉള്ളിൽ നിരീക്ഷണങ്ങൾ നടത്തുക. ഈ ലക്ഷ്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും ഇവിടെ നേടിക്കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിനും അമേരിക്കക്കും ഇറാനിന്റെ ഉള്ളിൽ പോയിട്ട് ഫ്ലൈറ്റ് എടുത്ത് പോവുക, ആക്രമണം നടത്താൻ, തിരിച്ചു വരാം.
അപ്പോൾ നോക്കിയാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഇസ്രായേൽ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇറാന്റെയും ഇറാഖിന്റെയും ആകാശപരിധിയിൽ കയറി ടാർജറ്റുകളെ ബോംബ് ചെയ്ത് തിരിച്ചു പോരുന്ന കാഴ്ചയാണ്. അതായത് ആകാശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ മിസൈലുകളും മിസൈൽ ലോഞ്ചിങ് സിസ്റ്റങ്ങളും എല്ലാം തുര്യാനുസരണം തന്നെ അടിച്ചു തീർക്കാനായിട്ട് ഇസ്രായേലിനൂടെ സാധിക്കുന്നുണ്ട്. ഏകദേശം നിങ്ങൾ നോക്കിക്കോളൂ, 4000 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാന്റെ കയ്യിലുണ്ടായിരുന്നത്. ഇതൊരു അനൗദ്യോഗിക കണക്കാണ് കേട്ടോ. എന്നാൽ ഇപ്പോൾ കൈവശമുള്ളത് എത്രയാണെന്ന് നോക്കൂ, ഏകദേശം 1000 ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമാണ്. അതുകൂടാതെ 450 മിസൈൽ ലോഞ്ചറുകൾ ഉണ്ടായിരുന്ന ഇറാന് ഇപ്പോൾ ആകെയുള്ള 150 മിസൈൽ ലോഞ്ചറുകളാണ്. കൂടാതെ അവരുടെ മിസൈൽ നിർമ്മാണശാലകൾ, അവരുടെ സപ്ലൈ ചെയിനുകൾ, അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റീസ് എല്ലാം B2 ബോംബറുകൾ ഉപയോഗിച്ച് അമേരിക്കയും തകർത്തുകൾ. നമുക്കറിയാം ഇസ്രായേൽ ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമല്ല. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, പരസ്പരം അതിർത്തി പങ്കിടാത്ത രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ 3000 കിലോമീറ്റർ ദൂരം കടന്നു വന്ന് ഇങ്ങനെ കൃത്യമായി ആക്രമിക്കാൻ കഴിയുന്ന ഏത് രാജ്യമാണെന്ന് ലോകത്തിലുള്ളത്? ഈ യുദ്ധത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അമേരിക്കയുടെ സൈനിക ശക്തി എല്ലാവർക്കും നന്നായി അറിയാം. പക്ഷേ അതിന് ഇത്ര കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിഞ്ഞതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ മിടുക്ക് ആയിട്ട് ഈ നേട്ടത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ഡാൻ കെയ്ൻ ചുമതലയേറ്റപ്പോൾ ട്രംപ് ചോദിച്ച ഒരു കാര്യമുണ്ട്. നാം ഏകദേശം $900 ബില്യൺ യുദ്ധങ്ങൾക്കായി ചെലവഴിക്കുന്നത്. പക്ഷേ യുദ്ധങ്ങൾ തോൽക്കുകയാണ്, ഇനി എന്ത് ചെയ്യണം? ഒരാഴ്ച കഴിഞ്ഞ് ഡാൻ കെയ്ൻ ട്രംപിനോട് മറുപടി പറഞ്ഞു, എനിക്ക് $975 ബില്യൺ വേണം. അപ്പൊ ട്രംപ് പറഞ്ഞ മറുപടി, ഒരു പണി ചെയ്യൂ, $1.5 ട്രില്യൺ എടുക്കൂ. അതിന്റെ ഫലമായി അമേരിക്കയിൽ ഡാൻ കെയ്ൻ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ്. പ്രധാനമായി 5 പരിഷ്കാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് വലിയ വലിയ ടെക് കമ്പനികൾ, അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന വലിയ വലിയ ടെക് കമ്പനികളുടെ മികച്ച തലം മുതിർന്നവരെ സൈന്യത്തിലേക്ക് ഹെഡുകളായിട്ട് കൊണ്ടുവരിക. അവരെ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി അവരെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ സൈനിക ഡാറ്റ ആക്സസുകൾ അവർക്ക് നൽകുക. ഇതുപോലുള്ള തീരുമാനങ്ങളാണ് അമേരിക്കൻ സൈന്യത്തെ ട്രംപിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒബാമയുടെ ഭരണകാലത്ത് ഒബാമ പറഞ്ഞിരുന്നു സ്പേസ് കമാൻഡിനൊന്നും ആവശ്യമില്ലാന്ന്. പക്ഷെ നോക്കൂ, ട്രംപ് അതിനെ ഇപ്പോൾ ഫുൾ കോമ്പാക്ട് കമാൻഡാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ നാം കാണുന്ന അമേരിക്കയുടെ ശക്തി ഇതിന്റെ എല്ലാം ഫലമാണ്. ഇനി ഇറാൻ ഉണ്ടായിരുന്ന കാഷ്വാലിറ്റികളെ കുറിച്ച് നിങ്ങളൊന്ന് നോക്കൂ. ഇറാന്റെ നേവി തകർത്തിട്ടുണ്ട്. 60 കപ്പലുകൾ അവർക്ക് നഷ്ടമായി. മിസൈലുകളും ഡ്രോണുകളും എല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പ്രധാന വരുമാന സ്രോതസ്സായ ഖാർഗ് ഐലൻഡ് വരെയും ഇപ്പോൾ ആക്രമണത്തിൽ നിൽക്കുന്നു. കാരണം അവിടെ നിന്നാണ് ഇറാന്റെ 85 മുതൽ 90% വരെ എണ്ണ കയറ്റുമതി ചെയ്യുന്നത്. ട്രംപ് ഇപ്പോൾ ഇറാനോട് പറയുന്ന ഒരു കാര്യം, ഹോർമൂസ് കടലിടുക്ക് തടഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ടാങ്കറുകളെ ആക്രമിച്ചു കൊടുക്കും. അതിനാൽ അദ്ദേഹത്തിന് വ്യക്തമായ സൈനിക പദ്ധതി യുദ്ധത്തെക്കുറിച്ചുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, USS ജെറാർഡ് ഫോർഡ് കപ്പൽ റെഡ് സീ വഴി അറേബ്യൻ കടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എസ്കോർട്ട് പോകുന്ന കപ്പലുകൾ വേറെയുണ്ട്. അവരുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഹോർമൂസ് കടലെടുത്ത് നിയന്ത്രിക്കുക എന്നാണ്. അതായത് റെജീം ചേഞ്ച് അല്ല, പകരം സൈനിക സാമ്പത്തിക നിയന്ത്രണം പിടിച്ചെടുക്കലാണ് അമേരിക്ക യുദ്ധത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇറാന്റെ പ്രതികരണം അവർക്ക് ഇപ്പോഴും പ്രത്യാക്രമണത്തിന് ശേഷിയുണ്ടെന്നാണ്. അവർ ഒരു 3000 കിലോമീറ്റർ വ്യാപ്തിയിൽ ആക്രമിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ 450 കിലോ ഹൈലി എൻറിച്ചഡ് യുറേനിയം ഇഷ്ഫഹാൻ പ്രദേശത്ത് ഉണ്ടെന്നാണ് അമേരിക്കയും ഇസ്രായേലും കരുതുന്നത്. പ്രധാനമായി ഇത് പിടിച്ചെടുക്കലാണ് പ്രധാനമായിട്ടുള്ള അമേരിക്കയുടെ ഇസ്രായേലിന്റെയും ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അതിന് സ്പെഷ്യൽ ഫോഴ്സ് ഉപയോഗിച്ച് പരിമിതമായ ഗ്രൗണ്ട് ഓപ്പറേഷൻസ് നടത്താനും അമേരിക്ക ഇസ്രായേലും തയ്യാറാണ്. US-ന്റെ 5000 മറൈൻസ് ഇതിനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ടാർജറ്റുകൾ എന്ന് പറയുന്നത്, അല്ലാതെ റെജീം മാറ്റമല്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഗൈസ്, എന്തായാലും ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് താഴെ രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ ഈ ചാനലിലുള്ളത് നിങ്ങളുടെ ഫീഡിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അവരേക്കും ബൈ.